ഇന്ന് നമ്മളൊരു ഉള്ളി ചട്നിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഞാനൊരു 2 ദിവസം മുമ്പേ തന്നെ ഒരു ദോശയുടെ റെസിപ്പി ഇട്ടിരുന്നു. നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ചട്നി വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളി ചട്നി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് ചട്നിയിലൊന്നും ഉലുവ ചേർക്കാറില്ല, പക്ഷെ നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂണിലും കുറച്ചായിട്ടാണ് ഉലുവ ചേർത്തിരിക്കുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉഴുന്ന് പരിപ്പിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വറ്റൽ മുളക് 2 വിധത്തിലുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല കളറുള്ള മുളകാണ്, പിന്നെ നല്ല എരിവുള്ള മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഏതാണുള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കളറുള്ള മുളകാകുമ്പോൾ നല്ല കളറും കിട്ടും, പിന്നെ എരിവുള്ള മുളക് നമുക്ക് നല്ല എരിവും കിട്ടും. മുളക് ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം അവസാനമായിട്ട് മുളക് പൊടി ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ നമുക്ക് 2-3 സവാള നമുക്ക് എടുക്കാം. ഇതിനെ കൂടി തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടി വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാള നമ്മൾ ഒരുപാട് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചട്നിക്ക് നമ്മൾ പുളിയും അതേപോലെ തന്നെ മുളകും കുറച്ച് മുന്നിട്ട് നിൽക്കണം, അതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. കാരണം വെറും സവാളയാണല്ലോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ സവാളയുടെ ഒരു മധുരം കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുളകും പുളിയും കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെ ചെയ്യുന്നത്. ഇത് ഇത്രയും കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുങ്കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പെരുങ്കായപ്പൊടി അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അഥവാ നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ കുറച്ച് കൂട്ടി ചേർക്കാം. ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നമ്മൾ നേരത്തെ ചേർത്തിരുന്നു, എന്നാലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഉള്ളി ചട്നിയാണ്. നമുക്ക് ഇഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പി ഇട്ടിരുന്നല്ലോ, അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ചട്നി കൂട്ടി കഴിക്കാം, നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്